Praise the Lord. Healing comes from hearing Lord. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം. എൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് അനുസരിച്ചാൽ മിസ്രയീമ്യർക്ക് വന്ന ബാധകളൊന്നും നിങ്ങൾക്കുണ്ടാകയില്ല. ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. പരിശുദ്ധാത്മാവ് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 7ാമത്തെ ഔഷധമാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. ശ്രദ്ധയോടെ കേട്ട് അനുസരിക്കുന്നവർക്ക് അനുഗ്രഹമുണ്ടാകുന്നു. പണ്ട് യുദ്ധത്തിന് കുതിരകളെ തിരഞ്ഞെടുത്തിരുന്നത് 15 ദിവസം പട്ടിണിയിട്ട് കഠിനമായ ശിക്ഷണത്തിൽ കൂടി അവരെ 15 ദിവസം കഴിഞ്ഞ് ഒരു പൊതു സ്ഥലത്ത് കൊണ്ട് നിർത്തിയാൽ, നിരത്തി നിർത്തി നല്ല ഭക്ഷണം കാണിച്ച് 200 വാര അകലെ വെച്ചതിന് ശേഷം ആ ഭക്ഷണം എടുക്കാൻ അവരോട് പറയും. അവരത് എടുക്കാൻ ചെല്ലുമ്പം നോ പറയും, തിരിച്ചു വരാൻ പറയും. ആ കുതിരകളെല്ലാം തിരിച്ചു വന്നാൽ അവർക്ക് അവിടെ കിട്ടിയതിനേക്കാൾ വലിയ അനുഗ്രഹമാണ് ഇവിടെ ലഭിക്കുന്നത്. പ്രിയരെ, നാം കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അടക്കി വാഴുന്ന ബുദ്ധിയില്ലാത്ത കുതിരകളല്ല. ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ദൈവം തന്ന സ്വാതന്ത്ര്യം ശരിയായി നമുക്ക് ഉപയോഗിക്കാം. അവൻ്റെ വാക്ക് കേട്ട് അനുസരിക്കണം. വചനത്തിൻ്റെ വരികളിൽ നമുക്കൊന്ന് നോക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾക്കകത്ത്, രാത്രി മുഴുവൻ മീൻ പിടിച്ചിട്ട് ഒന്നും കിട്ടാതെ നിന്ന പത്രോസും കൂട്ടരും യേശു കടൽക്കരയിൽ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. സംസാരിച്ച് കഴിഞ്ഞ ശേഷമാണ് കരയോട് ചേർന്ന് കിടക്കുന്ന 2 പടക് യേശു കണ്ടത്. ഗനസരത്ത് തടാകത്തിൻ്റെ കരയ്ക്ക് നിന്ന് സംസാരിച്ച യേശു ആ പടകിൽ കയറി സ്വല്പം കൂടെ വചനം പറഞ്ഞ ശേഷം പത്രോസിനോട് പറഞ്ഞു, കരയിൽ നിന്ന് അല്പം നീക്കുക. എ കോൾ ഫോർ സിമ്പിൾ ഹെൽപ്പ്. പത്രോസ് അത് അനുസരിച്ചവന് അനുഗ്രഹം ലഭിക്കാൻ തുടങ്ങാൻ പോവുക. പടക് നീക്കിക്കഴിഞ്ഞപ്പോൾ യേശു വചനം കരയ്ക്ക് നിന്നവരോട് സംസാരിച്ചു. അതിനുശേഷം പത്രോസിനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി വലയെറിയാൻ പറഞ്ഞു. പത്രോസ് പറഞ്ഞ വാക്ക് ശ്രദ്ധേയമാണ്. നാഥ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. എന്നാൽ നിൻ്റെ വാക്കിന് വലയിറക്കാം. നിൻ്റെ വാക്കിന് വലയിറക്കാം. നിൻ്റെ വാക്ക് ഞാൻ കേട്ടനുസരിക്കാം. അനുസരിച്ചു. വല കീറാറാകുവോളം അവർക്ക് മീൻ കിട്ടുകയും ചെയ്തു. കർത്താവിൻ്റെ വാക്ക് കേട്ടനുസരിക്കുന്നവർക്ക് അനുഗ്രഹം ലഭിക്കും. ഇന്ന് പലരും കേട്ടു എന്ന് നടിക്കും. അനുസരിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ചിലർ കേൾക്കും. കേട്ടതിൻ്റെ ശേഷം അവരുടെ സ്വന്തം ഇഷ്ടത്തിന്, സ്വന്തം തീരുമാനങ്ങൾക്ക് വിധേയരായി ചെയ്യും. അപ്രകാരം ചെയ്ത ഒരു വ്യക്തിയെ നമുക്ക് വചനത്തിൽ തന്നെ കാണാം. നയമാൻ. ആരാം രാജാവിൻ്റെ സേനാപതിയായിരുന്ന നയമാൻ. 2 രാജാക്കന്മാർ 5-1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് നയമാൻ 3 തെറ്റുകൾ അവിടെ ചെയ്തു. നയമാൻ്റെ വീട്ടിൽ നിന്ന് പെൺകുട്ടി പറഞ്ഞിട്ടാണ് യജമാനൻ പ്രവാചകൻ്റെ അടുക്കലൊന്നു പോയിരുന്നെങ്കിൽ എന്നുള്ള വാക്ക് അവിടെ ഉണ്ടായത്. ആ പെൺകുട്ടി പറഞ്ഞതനുസരിച്ച് സൗഖ്യത്തിന് പോകാൻ പുറപ്പെട്ടവൻ ഒരു വലിയ തെറ്റ് ചെയ്തു. എന്തായിരുന്നു ആ തെറ്റ്? സൗഖ്യം വിലയ്ക്ക് വാങ്ങിക്കുവാൻ അവൻ തയ്യാറായി. അത് ഏറ്റവും വലിയൊരു തെറ്റായിരുന്നു. സൗഖ്യം
വിലയ്ക്ക് വാങ്ങുക. 5 നോക്കിയാൽ കാണാം. അവന് 6000 ശേക്കൽ പൊന്നും 10 താലന്ത് വെള്ളിയും 10 കൂട്ടം വസ്ത്രവും എടുത്ത് പുറപ്പെട്ടു. ഇതൊന്നും ആഗ്രഹിക്കുന്നതല്ല. രോഗസൗഖ്യം. കർത്താവ് നമ്മളോട് പറഞ്ഞത്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകും. അവിടെ ഇത് കൊണ്ടുവരാൻ ആരും പറഞ്ഞിട്ടില്ല. ഇന്ന് പലരും സൗഖ്യത്തിനും സ്വാർത്ഥതയ്ക്കും വേണ്ടി നേർച്ച കാഴ്ചകൾ ചെയ്ത് വെടിക്കെട്ട് നടത്തി ആ ദേവനെ ഈ സന്യാസിയെ എല്ലാം ആരാധിച്ച് കൈക്കൂലിയും കൊടുത്ത് പെരുന്നാൾ ഉത്സവങ്ങളും നടത്തി ഓടി നടക്കുക. നിൻ്റെ ആഗ്രഹങ്ങളൊന്നും നടക്കത്തില്ല. നീയും നിൻ്റെ ഭവനവും അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടുന്നത് ദൈവത്തിൻ്റെ വാക്ക് കേട്ടനുസരിക്കണം. രണ്ടാമതായി നയമാൻ ചെയ്ത തെറ്റ്, ശമര്യയിലെ പ്രവാചകനായ എലീശയുടെ അടുത്ത് ചെല്ലാനാണ് പറഞ്ഞത്. നയമാൻ പോയത് രാജാവിൻ്റെ അടുക്കല. സേനാപതി ഇസ്രായേൽ രാജാവിന് എഴുത്തും വാങ്ങിച്ചുകൊണ്ടിരുന്നു. പ്രശ്നമായി. നീ ചെന്ന ഇടം പണവും സ്വാധീനവും ഉള്ളവൻ്റെ അടുത്തല്ല നീ ചെല്ലേണ്ടിയത്. നീ ചെല്ലേണ്ടിയത് നിന്നെ സ്വീകരിക്കുന്ന രക്ഷകനായ യേശുവിൻ്റെ അടുക്കല. അവൻ്റെ കാൽക്കൽ വീണാൽ നിനക്ക് സൗഖ്യം കിട്ടും. മൂന്നാമതായി നയമാൻ ചെയ്ത തെറ്റ്, എലീശയുടെ അടുക്കൽ അവസാനം എത്തി. അപ്പോൾ എലീശ പറഞ്ഞു, 7 പ്രാവശ്യം നീ മുങ്ങിക്കുളിക്കണം യോർദാനിൽ. നയമാൻ അത് ഇഷ്ടപ്പെട്ടില്ല. നയമാൻ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ നല്ല നദികളുണ്ട്, ഞാൻ പിന്നെ എന്തിനാ ഇവിടെ വന്ന് മുങ്ങുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ. നയമാൻ അനുസരിച്ചില്ല. എന്നാൽ വേലക്കാരുടെ നിർബന്ധത്തിന് അവൻ വഴങ്ങിയപ്പോഴും അവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനാ 7 പ്രാവശ്യം മുങ്ങുന്നത്? അപ്പോഴവർ പറഞ്ഞ വാക്ക്, കൂടുതലൊന്നും പറഞ്ഞില്ലല്ലോ, ഈ ചെറിയ കാര്യമല്ലേ, അതങ്ങ് അനുസരിക്കാം. അനുസരിച്ചപ്പോൾ 7ാമത്തെ പ്രാവശ്യം മുങ്ങി അവന് ബാലൻ്റെ ശരീരം പോലെയുള്ള ശരീരം ലഭിക്കുവാനിടയായി. അതാണ് ദൈവത്തിൻ്റെ മഹത്വം. അപ്പം കർത്താവ് പറയുന്നതെന്തോ അത് കേട്ടനുസരിച്ചാൽ നമുക്ക് അനുഗ്രഹമുണ്ടാകും. അനുഗ്രഹമുണ്ടാകാൻ 7 കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ ഈയിടെ വായിച്ച ഒരു ലേഖനത്തിൽ നിന്ന് 10-17 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ അതിൽ നമ്മുടെ വിഷയത്തിനോട് ചേർന്ന് പ്രധാനപ്പെട്ട 7 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തേത്, ഏത് വിഷയവും ശ്രദ്ധയോടെ കേൾക്കുക. രണ്ടാമത്തേത്, ഞാൻ സംസാരിക്കുന്നത് മാത്രം ശരി എന്ന ചിന്ത ഉപേക്ഷിക്കുക. ദൈവം പറയുന്നത് അനുസരിക്കുക. ഇന്ന് പലരുടെയും ചിന്ത, അവർ പറയുന്നത് മാത്രമേ ശരിയുള്ളൂ, അവർ പോകുന്നത് മാത്രമേ ശരിയായ സ്ഥലമുള്ളൂ എന്ന ചിന്തയാണ്. അത് തെറ്റാണ്. നിങ്ങൾ ഏത് കാര്യം ചെയ്താലും ദൈവത്തോട് ആലോചന ചോദിച്ച് ചെയ്യുക. കേൾപ്പാൻ വേഗതയും പറയാൻ താമസവുമുള്ളവരാകുക. കേൾക്കുന്ന എല്ലാ കാര്യവും വിശ്വസിക്കാതെയും ഇരിക്കുക. ഏതെങ്കിലും കാര്യങ്ങൾ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ ദൈവത്തോട് ആലോചന ചോദിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. അടുത്തതായി, സംസാര ഭാഷ എപ്പോഴും നല്ല വാക്കുകളായിരിക്കണം. 6ാമത്, സത്യവും നുണയും പറയുന്നത് തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കണം. അടുത്തതായി, ദൈവം പറയുന്ന വാക്ക് ശ്രദ്ധയോടെ കേട്ട് ശ്രദ്ധയോടെ തന്നെ അനുസരിക്കണം. അനുസരിച്ചാൽ നിശ്ചയമായും നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അതിനായി ആ സർവശക്തനിൽ വിശ്വസിക്കുക, ആശ്രയിക്കുക. അവൻ നമ്മളോട് പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്. ശൂർ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ ജനത്തിന് കൊടുത്ത നിർദ്ദേശമാണ്, നിങ്ങൾ എൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ടനുസരിച്ചാൽ ഞാൻ നിങ്ങളുടെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. മിസ്രയീമ്യർക്ക് വരുത്തിയ ബാധ ഒന്നും
ഞാൻ നിങ്ങൾക്ക് വരുത്തുകയില്ല. 10 ബാധയാണ് മിസ്രൈമ്യർക്ക് വന്നത്. ആ ബാധ വരാതെ നിന്നെ സംരക്ഷിക്കണമെങ്കിൽ ഈ ലോകമാകുന്ന മരുഭൂമിയിൽ നീ ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യുക. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് അനുസരിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തോട് ആലോചന ചോദിച്ച് ഞങ്ങളുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധാത്മാവ് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 7ാമത്തെ ഈ ഔഷധം കരസ്ഥമാക്കുവാൻ ഒരു സാമ്പത്തിക മുതൽ മുടക്കോ ഒന്നും വേണ്ട ഞങ്ങൾക്ക്. ഞങ്ങൾ അവൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചാൽ മതി. അത് ഞങ്ങൾക്ക് കാണിച്ചു തന്ന സ്നേഹത്തിനായിട്ട് സ്തോത്രം. ഈ വചനം കേട്ട എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. BibleStudy.co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമായി. God bless you all.